ഗാസയിലെ യുദ്ധക്കുറ്റത്തിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ച അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ നടപടിയെ അപലപിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ. നെതന്യാഹു അടക്കമുള്ള ഇസ്രായേൽ അധികാരികൾക്കെതിരായ നടപടി അതിരുകടന്നതാണെന്ന് ബൈഡൻ പ്രതികരിച്ചു. ഇസ്രായേലിന്റെ സുരക്ഷയ്ക്കെതിരായ ഭീഷണികൾക്കെതിരെ എപ്പോഴും കൂടെയുണ്ടാകുമെന്നും ബൈഡൻ പറഞ്ഞു. അറസ്റ്റ് വാറന്റിനെ തള്ളിക്കളയുന്നുവെന്ന് വൈറ്റ് ഹൌസും കഴിഞ്ഞ ദിവസം പ്രസ്താവന ഇറക്കിയിരുന്നു. എന്നാൽ ഹമാസ് സൈനിക മേധാവി മുഹമ്മദ് ദെയ്ഫിനെതിരെ പുറപ്പെടുവിച്ച അറസ്റ്റ് വാറന്റിനെ പ്രസ്താവനയിൽ പരാമർശിച്ചിട്ടില്ല. അറസ്റ്റ് വാറന്റ് നൽകാനുള്ള പ്രോസിക്യൂട്ടറിന്റെ തിരക്കിനെ ഞങ്ങൾ അപലപിക്കുന്നു. ഇതിലേക്ക് നയിച്ച പ്രക്രിയകളിലെ പിശകുകളെയും ആശങ്കയോടെ കാണുന്നു. ഇക്കാര്യത്തിൽ ICCക്ക് അധികാരമില്ലെന്ന് അമേരിക്ക അറിയിച്ചിട്ടുണ്ടെന്ന് ദേശീയ സുരക്ഷാ കൗൺസിൽ വക്താവ് പറഞ്ഞു. ഇസ്രായേലിനെതിരെയുള്ള ICCയുടെ ആരോപണങ്ങളിൽ വിശ്വസതയില്ലെന്നും മൈക്ക് എക്സിൽ കുറിച്ചു. കഴിഞ്ഞ ദിവസമാണ് നെതന്യാഹു, മുൻ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റ്, അഹമ്മദ് ദെയ്ഫ് എന്നിവർക്കെതിരെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചത്. 2023 ഒക്ടോബർ 8-നും 2024 മെയ് 20-നും ഇടയിൽ ഗാസയിൽ വലിയ അതിക്രമത്തിനാണ് നെതന്യാഹു നേതൃത്വം നൽകിയതെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. മനുഷ്യത്വത്തിനെതിരായ കുറ്റകൃത്യങ്ങൾ കണക്കിലെടുത്താണ് നെതന്യാഹുവിനും ഗാലന്റിനുമെതിരായ നടപടിയെന്ന് കോടതി പ്രസ്താവനയിൽ അറിയിച്ചു. കോടതിയുടെ അധികാരപരിധിയിൽ പലസ്തീൻ വരുന്നതാണെന്നും അതിനാൽ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിക്കുകയാണെന്നും കോടതി വ്യക്തമാക്കി. കോടതിയുടെ ഭാഗമായ 120-ലധികം രാജ്യങ്ങളിൽ എവിടെയെങ്കിലും നെതന്യാഹുവും യോവ് ഗാലന്റും പ്രവേശിച്ചാൽ അറസ്റ്റ് നടപടിയുണ്ടാകും. ഒക്ടോബർ 7-ന് ഇസ്രായേലിൽ നടത്തിയ ആക്രമണത്തിലാണ് ദെയ്ഫിനെതിരെ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചത്.